അയ്യോ, ഇതെങ്ങനെ പെട്ടെന്ന് വെയിറ്റ് കൂടിയത്? ഇത്ര മുമ്പേ പൊക്കിയപ്പോ ഇത്രയും ഭാരം ഇല്ലായിരുന്നല്ലോ. ആരെങ്കിലും ഒന്ന് വന്ന് പിടിക്കോ. എടുത്തു മാറ്റേ. അയ്യോ, ഞാനിപ്പോ ചാവേ. അയ്യോ അമ്മേ, ഇത്രയധികം ഭാരം ഞാൻ ഇതുവരെ പൊക്കിയിട്ടില്ലല്ലോ. ഞാൻ ഒടുക്കത്തെ സ്ട്രോങ് ആയെന്ന് തോന്നുന്നു. കൊള്ളാം കൊള്ളാം, അടിച്ചു പൊളിച്ചേ. മാമ, ഇത് കോജി പുതിയ കണ്ടുപിടുത്തത്തിന്റെ കഴിവാ. ഈ സ്പ്രേ കണ്ടില്ലേ? ഇത് ഏതെങ്കിലും സാധനത്തിന്റെ മുകളിൽ അടിച്ചാ അത് റബ്ബറിനെ പോലെ വളഞ്ഞ് വെയിറ്റ് ഇല്ലാതെയാവും. അതെ കോജി, തന്റെ ഈ കണ്ടുപിടുത്തം കിടുക്കനായിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഈ കണ്ടുപിടുത്തം കൊണ്ട് നമുക്ക് എന്ത് ഗുണമാണ് ഉണ്ടാവുക? പാൽപായസത്തിന്റെ രുചി വല്ലതും കുരങ്ങിനറിയാമോ? ഈ സ്പ്രേ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കാണിച്ചു തരാം. റോസിമുത്തേ, വിട്ടോ വണ്ടി, വിട്ടോ റോസി. ഈ ഷട്ടർ അടച്ചിട്ടിരിക്കുകയാണല്ലോ. ആരുമില്ല. ഈ സ്പ്രേ ഉപയോഗിക്കാൻ സമയമായി. ടിഷ്ക് ടിഷ്കു. റെഡി സ്റ്റഡി ഗോ. എന്റെ മാമനത് വഴി പോവാൻ പറ്റത്തില്ല. ക്രൈമിന്റെ പവർ, ക്രൈം മാസ്റ്റർ ജുഗാവർ. ഇത് ലോക്കാണല്ലോ. എടാ ലോക്കറേ, നിനക്ക് എന്നോട് ഏറ്റുമുട്ടാനാവില്ല. കാരണം എന്റെ കയ്യിൽ റബ്ബർ സ്പ്രേ ഉണ്ട്. ഇപ്പൊ ശരിയാക്കി തരാം. ഞാനാണ് അനന്തരവൻ. ഞാനാണ് മാമൻ. നിങ്ങൾ മാമന്റെ അനന്തരവന്റെ കൈകൊട്ടിക്കളിയൊക്കെ കഴിഞ്ഞേക്ക് ഞാൻ എന്റെ പുതിയ കണ്ടുപിടുത്തത്തെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞോട്ടെ. എത്ര നേരം കൊണ്ട് മനസ്സിലൊരു സമാധാനം ഇല്ലാതിരിക്കുകയാണെന്ന് അറിയോ? ഇന്നത്തെ കാലത്ത് ആൾക്കാരൊക്കെ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം ഭൂമിയിൽ വളരെയധികം ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവുന്നു. അത് തടയുവാൻ വേണ്ടിയാണ് ഞാൻ ഈ റോബോട്ടിക് വുഡ് പെക്കറിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ആരെങ്കിലും എവിടെയെങ്കിലും മരം മുറിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഈ വുഡ് പെക്കർ അലാറം അടിച്ച് എന്നെ അറിയിക്കുന്നതാണ്. കൂടാതെ ഒന്നും നോക്കാതെ ആ മരത്തെ രക്ഷിക്കുകയും ചെയ്യും. ഈ ഇൻവെൻഷൻ വളരെ നല്ലതാണല്ലോ. ഈ മരം കൊത്തിയെ കാണാൻ എന്ത് ഭംഗിയാണ്. ഈ റെഡ് ബട്ടൺ അമർത്തിയാലാണോ ഇത് ഓണാവുന്നത്? എന്റെ പൊന്നമ്മാവ, നിങ്ങൾ എന്തിനാ ഡയറക്റ്റ് റെഡ് ബട്ടൺ പിടിച്ച് അമർത്തിയത്? ആ വുഡ് പേക്കറിന് കുറച്ച് വാമപ്പ് ഒക്കെ കൊടുക്കാനുണ്ടായിരുന്നു. ഇതിപ്പോ ഡയറക്റ്റ് ഓൺ ആയ കാരണം എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് ആർക്കറിയാം. ഈ റോബോട്ട് എക്സസൈസ് ചെയ്യാൻ പോവുകയാണെന്നോ? എന്തിനാ വാമപ്പ് ചെയ്യുന്നത്? ഇതെന്തൊരു കഷ്ടമായത്. മാമ, കുഴപ്പമൊന്നുമില്ലല്ലോ. അനന്തരവനുള്ളപ്പോ ഈ അമ്മാവൻ എന്തെങ്കിലും പറ്റുവോ? നീ തന്നെ പറയടാ മോനെ. ഇനി വേഗം ചെന്ന് അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചോണ്ട് വാ, അല്ലെങ്കിൽ നാട് മൊത്തം ഒരു ഭൂകമ്പം തന്നെ സൃഷ്ടിക്കും. അപകടം, അപകടം. അയ്യോ, ഈ കിളി എന്തിനാ എന്റെ പുറകെ വരുന്നത്? ആരെങ്കിലും രക്ഷിക്കണേ. അപകടം, അപകടം. ഓടിക്കോ, ഓടിക്കോ.
വാണ്ടഡ്, പിടികിട്ട പുള്ളി. പിടിച്ചു കൊടുക്കുന്നവർക്ക് സമ്മാനമോ? അതും 50,000 രൂപയോ? ആ അല്ല അനന്തരവ, ഇതൊക്കെ എന്താണ്? പോലീസ് സ്റ്റേഷനിൽ ലേലം വിളിക്കുന്നോ? ലേലം വിളി 100-ൽ നിന്നോ? ലേലം വിളിയിൽ പങ്കെടുക്കാൻ വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് വരിക. ഇത്രയും വലിയ പോലീസ് സ്റ്റേഷന്റെ വില വെറും 100 രൂപയാണെന്നോ? ഞാൻ പോകും അത് മേടിക്കാൻ. എടേ ഓട്. ഇത്രയും നല്ലൊരു അവസരം ഇനി എപ്പോ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. വാ പെട്ടെന്ന് നോക്കാം. വരൂ അനന്തരവ, നമുക്ക് പോയി നോക്കാം എന്താ ഇവിടെ നടക്കുന്നേ. വരൂ മാമ. ഞാൻ വിളിക്കുന്നു 101. ഞാനിതാ വിളിക്കുന്നു 150 രൂപ. സമ്മതമാണോ? എടോ ഇതൊരു പോലീസ് സ്റ്റേഷനാ, കുറച്ച് മര്യാദയൊക്കെ കാണിക്കേ. ഞാൻ ഒറ്റ വിളി 500 രൂപ. ഇന്നു മുതൽ ഈ പോലീസ് സ്റ്റേഷൻ എന്റേതാ. അതെങ്ങനെയാണോ പോലീസ് സ്റ്റേഷൻ തന്റേതായി മാറുന്നത്? ഇനി ബാക്കിയുള്ളവരും വിളിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. എടാ കണാര ബഹദൂർ, എന്താ ചെയ്യുന്നേ? എടാ വണ്ടി നിർത്തടോ. ഇവിടെ എന്തുട്ടാണ് നടക്കണത്? പോലീസ് സ്റ്റേഷൻ എന്താ ചന്തയാണെന്ന് വിചാരിച്ചോ? മേഡം, ഞാൻ 500 രൂപയ്ക്ക് ലേലം വിളിച്ച് ഈ പോലീസ് സ്റ്റേഷൻ അങ്ങ് വാങ്ങിച്ചിരിക്കുക. എന്നിട്ട് ഇവരാരും സമ്മതിക്കുന്നില്ല. എടക്കൊള്ളക്കണാരോ, തന്റെ തലയ്ക്ക് സുഖമില്ലടാ. നീ ആരാടാ പോലീസ് സ്റ്റേഷൻ വിലക്ക് വാങ്ങാനായിട്ട്? ചുമ്മാ അനാവശ്യം പറയരുത്. പോലീസിനെ കളിപ്പിക്കാൻ നോക്കണ്ട. നിയമത്തിന്റെ കുരുക്കിൽ നിന്നും ഈ പോലീസ് മേഡത്തിന്റെ തൊഴിലിൽ നിന്നും ആർക്കും രക്ഷപ്പെടാനാവില്ല. കൊളക്കണാരോ. എന്തൊക്കെയാ ഇവിടെ നടക്കണേ? പോലീസ് മാഡം, ഇതെല്ലാം കള്ളന്റെ പണിയാന്നാ തോന്നുന്നേ. ടിവിയിലൂടെ മാഡം വെല്ലു വിളിച്ചില്ലേ, അതിന്റെ പ്രതികാരം ചെയ്തതാവും. അമ്മാവാ, ബല്ലയെ കൊണ്ട് ഞാൻ തന്നെയാണ് ആ പോസ്റ്റ് ഒട്ടിപ്പിച്ചത്. അത് ഈ നഗരം മുഴുവൻ ഒട്ടിക്കണമെന്ന് പറഞ്ഞേക്ക്. പിന്നെ പോസ്റ്ററിൽ തിരിമറി നടത്താനും അവൻ ബഹുമിടുക്കനാണെന്ന് ഓർത്തോണം. പോലീസ് മാഡം, ഞങ്ങള് നോക്കിക്കോളാം. നീ എന്ത് പരിപാടിയാ കാണിച്ചേ? ആ അമ്മാവനോട് സമയത്തിന് ഓഫീസിൽ വരാൻ എന്തിനാ പറഞ്ഞേ? പിന്നെന്താ ഞാൻ പറയണ്ടേ? അവരിത്രയും ദൂരേന്ന് ആ അമ്മാവനെ കാണാനല്ലേ വരുന്നേ. അപ്പൊ പിന്നെ പറയാതിരിക്കാൻ പറ്റുമോ? ആ പ്രസിഡന്റ് എങ്ങാനും വന്ന് അമ്മാവനെ പരിചയപ്പെട്ട് കഴിഞ്ഞാ അവര് തമ്മിൽ വലിയ അടുപ്പത്തിലാകും. പിന്നെ എനിക്ക് അയാളുടെ സാലറി കൂട്ടേണ്ട അവസ്ഥയാകും. അല്ല, നീ തന്നെ പറ, ഞാൻ അയാളുടെ സാലറി എങ്ങനെ കൂട്ടാനാണ്? കാശ് മരത്തിലൊന്നും ഉണ്ടാവൂല. അവള് വന്നേക്കുന്നു. കണ്ടില്ലേ ഇങ്ങേര്? എന്റെ ഭർത്താവായാലും കൊള്ളാം, ഇതുപോലൊരു പിശുക്കനെ ലോകത്ത് കാണാൻ കിട്ടില്ല. സാലറി കൂട്ടാതിരിക്കാൻ വേണ്ടി ഈ അമ്മാവിനെ കൊണ്ട് പ്രസിഡന്റിനെ കാണിപ്പിക്കാതിരിക്കാൻ ഇനി എന്തൊക്കെയാ ചെയ്തു കൂട്ടുകയെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. ദൈവമേ, ആരോടും പറയരുത് കേട്ടോ. കേട്ടാ പിന്നെ ആകെ പ്രശ്നവും. ചുക്കുമറിക്കണ ചൂലാപ്പി. ഞാനാണ് അനന്തരവൻ. ഞാനാണ് അമ്മാവൻ. താങ്ക് യു അനന്തരവ, താങ്ക് യു. എന്നോട് എന്തിനാ മാമ താങ്ക് യു പറയുന്നേ? ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഞാൻ എങ്ങനെ താങ്ക് യു പറയാതിരിക്കും? നീ കാരണമാ എനിക്ക് ഈ പ്രശസ്തിയൊക്കെ കിട്ടിയത്. എന്നാ പിന്നെ വാ, ഓഫീസിലേക്ക് പോവാം. നീയൊക്കെ എത്ര അത്തളമെത്തള തവളാച്ചി കളിച്ചെന്ന് പറഞ്ഞാലും അമ്മാവാ, ഇന്ന് തന്റെ അനന്തരവന് പോലും തന്നെ സഹായിക്കാനാകില്ല. ഈ സ്കൂട്ടറിന് ഇത് എന്താ പറ്റിയത്? സ്റ്റാർട്ട് ആവുന്നില്ലല്ലോ. എന്റെ പൊന്നു വണ്ടി ഒന്ന് സ്റ്റാർട്ട് ആവ്. ഒന്ന് ആവണേ. അയ്യോ മാമ, മാറിക്കോ. വണ്ടി നിർത്തണ, നിനക്കെന്താ കണ്ണ് കണ്ടൂടെ? നീ വായു ഗുളിക വാങ്ങിക്കാൻ പോവാണോ? ട്രക്കിന്റെ പുറകെ പോയിട്ട് ഒരു കാര്യമില്ല. വേഗം പോയി ഡ്രസ്സ് മാറി, അല്ലെങ്കിൽ ഓഫീസിൽ പോവാൻ ലേറ്റ് ആവും. എടോ അമ്മാവാ, ഇന്ന് എന്തൊക്കെ ചെയ്യേണ്ടി വന്നാലും താൻ പ്രസിഡന്റ് സാറിനെ കാണാൻ ഞാൻ സമ്മതിക്കില്ല.